എല്ലാ ഇലക്ഷനിലും പോലീസായിരുന്നു പ്രധാന തർക്ക വിഷയം. ഫ്ലോറിയെ ചുട്ടുകരിച്ച സർക്കാരെ, അല്ലെങ്കിൽ രാജൻ കേസിന്റെ ചെയ്ത സർക്കാരെ, വയനാട്ടിൽ ഹരിജനങ്ങളെ വെടിവെച്ച് കൊന്ന സർക്കാരെ എന്നും പറഞ്ഞ് പ്രധാന മുദ്രാവാക്യം പോലീസിനെ പറ്റിയായിരിക്കും. ഈ ഇലക്ഷനിൽ പോലീസ് ഒരു വിഷയമേ അല്ല. അതായത് ക്രമസമാധാന പാലനം ഒരു വിഷയമേ അല്ല. കാരണം അത് പോലീസിന്റെ പെർഫോമൻസിന്റെ റേറ്റിംഗ് കാരണം പോലീസ് ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത നിലയിലായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് ഒന്ന് രണ്ടെണ്ണമാണ്. ഒന്ന്, ഈ ഒരാൾക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ദി ഈസിയസ്റ്റ് പ്ലേസ് ടു രജിസ്റ്റർ എ കേസ് കേരളത്തിലാണ്. ഞങ്ങൾ ഡൽഹിയിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ 30 ഓഫീസർമാരുണ്ടായിരുന്നു. അവരോട് പണം മോഷണം പോയെന്നൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. 30 പേര് 30 പോലീസ് സ്റ്റേഷനിൽ പോയി. 1-2 പേർക്ക് അടി കിട്ടി. IPS ഉദ്യോഗസ്ഥന്മാർക്ക് അടി കിട്ടി. കാര്യം വേഷപ്രച്ഛനായിട്ടാണ് പോകുന്നത്. പക്ഷേ 2 പേർക്ക് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കേരളത്തിൽ ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങർക്ക് തൻ്റെ വീഡിയോ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ കൂടെ കേസ് അയച്ചാലും അത് രജിസ്റ്റേർഡ് ആവും. പിന്നെ ഈസി ആക്സസിബിലിറ്റിയാണ്. മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ 30 കിലോമീറ്റർ പോകണ ഒരു പോലീസ് സ്റ്റേഷൻ ചെല്ലണമെങ്കിൽ, ഇത് കേരളത്തിൽ ഒരാൾക്ക് കഷ്ടിച്ചൊരു 10 കിലോമീറ്റർ പോയാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം. ഇനി ഒന്നുമില്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് അയച്ചാൽ അതവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മൾ ആപ്പുണ്ട്. ആപ്പുണ്ട്. അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമായിരുന്നു. പക്ഷേ കേരളത്തിൽ എന്ത് പറ്റി? കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്ത്രീ സാന്നിധ്യം ഉണ്ടായി. വിമൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായി. വിമൻ സെല്ലുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? വനിതാ കമ്മീഷൻ, ശക്തമായ വനിതാ കമ്മീഷൻ. അതുകൊണ്ട് ഒരു സ്ത്രീക്കും അവളുടെ പരാതി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പ്രയാസമല്ല. വളരെ ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺവിക്ഷനാണ്. ഇപ്പോൾ മോട്ടോർ കേസ് എടുക്കുക. ഇന്ത്യയിലെ ആവറേജ് കൺവിക്ഷൻ റേറ്റ് 29%. 100 കൊലക്കേസ് കോടതിയിലെത്തിയാൽ 29 കേസിൽ ശിക്ഷ വരത്തുള്ളൂ. ബാക്കി 71 കേസ് വിട്ടുപോകും. പക്ഷേ കേരളം 2010 ആയപ്പോഴേക്കും അത് 60% ക്രോസ് ചെയ്തു. 2015 ആയപ്പോഴത്തേക്ക് അത് 68%. ഇപ്പോൾ 71%. അതായത് 100 കൊലക്കേസ് കോടതിയിലെത്തിയാൽ 71 കേസിൽ ശിക്ഷ കിട്ടിയിരിക്കും. വളരെ അപൂർവമായിട്ടേ തെളിവില്ലാതെ പോവുള്ളൂ. ഇക്കാര്യത്തിൽ ജുഡീഷ്യറി വലിയൊരു പങ്കാണ്. ഇന്ത്യയിലെ ഒരു ജഡ്ജി എത്ര കേസ് ഡിസ്പോസ് ചെയ്യും? ആ കണക്കുണ്ട്. കണക്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തിലും ജഡ്ജിമാർ കേസ് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയാണ് കേരളത്തിലൊരു ആവറേജ് ജഡ്ജി കേസ് ഡിസ്പോസ് ചെയ്യുന്നത്. ഇത്ര നല്ലൊരു ജുഡീഷ്യറി, ഇത്ര നല്ലൊരു പോലീസ് വന്നപ്പോഴത്തേന് 71% കൺവിക്ഷൻ റേറ്റ് കിട്ടി. അതിൽ ബലാത്സംഗ കേസുകളിൽ 88% കൺവിക്ഷനാണ് കേരളത്തിൽ. മറ്റേ ഉത്തരേന്ത്യയിലെ പെൺകുട്ടിയെ കൊണ്ടുപോയി 9 പേരോട് ബലാത്സംഗം ചെയ്യുക, കേസും ഇല്ല, ഒന്നുമില്ല, ബഹളമില്ല, പ്രതികളെ ജാഥയായിട്ട് കൊണ്ടുപോകും. ഇല്ല. ഗുജറാത്തിലെ ഒരു ഗർഭിണിയെ 8 പേരോട് ബലാത്സംഗം ചെയ്തു. അവൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് പരമ്പളിക്ക് സ്വീകരണം കൊടുക്കുകയാണ് ഗുജറാത്തിൽ. ഇവിടെ ബലാത്സംഗ കേസിൽ 88% കൺവിക്ഷനാണ്. അപ്പോൾ ഈ കൺവിക്ഷൻ റേറ്റും രജിസ്ട്രേഷൻ എളുപ്പമായതോടുകൂടി വളരെ അത്ഭുതകരമായ പെർഫോമൻസായി മാറി.